മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 23-ാം അധ്യായത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളത് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുവാണ്. സ്തോത്രം, ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിലെ ചില സംഭവങ്ങളെ വായിച്ച് നമ്മളിന്ന് ധ്യാനിക്കുവാണ്. സ്തോത്രം. എന്നോടൊപ്പം ചേർന്ന് ബൈബിളുള്ളവർ ബൈബിളൊക്കെ എടുത്ത് ഒന്ന് വായിക്കാമോ? ഒന്ന് വായിക്കാൻ ശ്രമിക്കാമോ? യേശു ജനക്കൂട്ടത്തോടൊപ്പം തൻ്റെ ശിഷ്യന്മാരോടും അരുളി ചെയ്തു, നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുവടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. ആമേൻ. സ്തോത്രം. ഇതിനെ പുരാതന ഗ്രീക്ക് ഭാഷയിൽ നമ്മളിപ്പോൾ വായിച്ച അല്ലെങ്കിൽ നമ്മളിനി കേൾക്കാൻ പോകുന്ന ഭാഗത്തെ പുരാതന ഗ്രീക്ക് ശാസ്ത്രത്തിൽ പറയുന്നത് എലങ്കോസ് എന്നാണ് പറയുന്നത്. എലങ്കോസ്, അതായത് ഒരു വ്യവഹാരിക പ്രസംഗത്തിലെ പ്രതിയോഗികൾക്കെതിരെ നിരത്തിവെക്കുന്ന അവരുടെ ജീവിതത്തെ ആണ് എലങ്കോസ് എന്ന് പറയുന്നത്. പ്രതിയോഗികൾക്കെതിരെയുള്ള അവരുടെ ജീവിതത്തിലുള്ള ആരോപണങ്ങൾ, അവരുടെ ജീവിതത്തിലുള്ള കുറവുകൾ ഒക്കെ നിരത്തിവെക്കുന്ന ഒരു പ്രസംഗ ശൈലി പുരാതന ഗ്രീക്കിൽ ഉണ്ടായിരുന്ന ഒരു രീതിയാണ്. അതായത് കുറ്റപ്പെടുത്തുകയും അപമാനത്തോടെ സംസാരിക്കലും എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. കുറ്റപ്പെടുത്തുക, അപമാനത്തോടെ സംസാരിക്കുക, ഈ രണ്ട് സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില വാക്കുകൾ കൊണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്, ചിലരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോൾ വചനം നമ്മളെ നോക്കി നമ്മൾ ചെയ്തത് കുറ്റമാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിൽ ഉണ്ട്. നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തും, വചനം നമ്മൾ നോക്കി കുറ്റപ്പെടുത്തും. പക്ഷേ ഇവിടെ രണ്ട് പ്രശ്നമാണ് ഉള്ളത്. എന്താണ്? ഒന്നാമത്തെ പ്രശ്നം ദൈവരാജ്യത്തിലുള്ള അനുഗ്രഹത്തിന് തടസ്സമാണ്. നമ്മളെ നോക്കി സ്വർഗം കുറ്റപ്പെടുത്തിയാൽ ദൈവരാജ്യത്തിലെ അനുഗ്രഹത്തിന് തടസ്സമാണ്. രണ്ട്, ഭൂമിയിലുള്ള അനുഗ്രഹവും അത് വെട്ടിച്ചുരുക്കി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാനിടയുണ്ടാകും. ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട്. സ്തോത്രം. ഇന്ന് നമ്മൾ ഈ വചനാരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ യേശുക്രിസ്തു കുറ്റപ്പെടുത്തുന്ന, അപമാനത്തോടെ ഒരു ഗ്രൂപ്പിനെ നോക്കി സംസാരിക്കുന്ന ഒരു രീതി എന്നെയോ നിന്നെയോ നോക്കി ഉണ്ടാകരുത്. ഉണ്ടായാൽ ആത്മീയ തകർച്ചയും ഭൗതിക തകർച്ചയുമായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അത് സംഭവിക്കാതിരിക്കാനാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും വാതിറന്ന് പ്രാർത്ഥിക്കണം. യേശുവേ, ഇന്ന് ഭൂമിയിലെ മനുഷ്യരെന്നെ കുറ്റപ്പെടുത്തുന്നു, നീയും എന്നെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ ഞാൻ ആകല്ലേ. ഇന്ന് പലരെന്നെ ഒറ്റപ്പെടുത്തുകയാണ്. യേശുവേ, നീയും എന്നെ ഒറ്റപ്പെടുത്തുന്ന തരത്തിൽ ആകല്ലേ. അതിനായി എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ. താഴോട്ട് വായിക്കുമ്പോൾ ഈ കർത്താവ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പ്രതിനിധികളെ, ന്യായപ്രതിനിധികളെ, ഫരിസേയരെ, സദുക്കായരെ അല്ലെങ്കിൽ പുരോഹിതന്മാരെ, അവർ പറയുന്നത് നിങ്ങൾ കേൾക്കണം. കാരണം അവർ പറയുന്നത് മോശയുടെ ലോയ. പക്ഷേ ഒറ്റ ഒരു കാര്യം പോലും അവരെ അനുകരിക്കരുത്. അവരെ അനുകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായ ഒന്നും അവരിലില്ല. ഇത് പറയുന്നത് ഒരു ദൈവമാണ്. സ്തോത്രം. ആ വചനം ഒന്ന് നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയേ. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും. കാരണം എന്താണ് അങ്ങനെ പറയാൻ കാരണം? അവർ ഇരിക്കുന്നത് നിയമജ്ഞരും മോശയുടെ സിംഹാസനത്തിലാണ്. മോശയുടെ സിംഹാസനം എന്ന് പറഞ്ഞാൽ മോശ സിംഹാസനത്തിൽ ഇരുന്നതിന്റെ തെളിവൊന്നുമില്ല. മോശയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പനകൾ ചുമക്കുന്നത്, ആ കൽപ്പനകൾ ജീവിക്കുന്നത്, ആ കൽപ്പനകൾ പഠിപ്പിക്കുന്നത്, ആ കൽപ്പനകൾക്ക് ഒരു കുറവും വരാതെ അതിനകത്തുള്ള സത്യമനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്, ഒരു അതോറിറ്റിയിലാണ്, ഒരു പവറിലാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ അധികാരത്തിലാണ് അപ്പോൾ ആ വ്യക്തി ഇരിക്കുന്നത്. പക്ഷേ ഇവർ അത് പഠിപ്പിക്കുന്നുണ്ട്, ഇവരത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഈ സിംഹാസനം അവരിലില്ല. അതാണ് അവരുടെ ജീവിതത്തിൽ ഈ കൽപ്പനയില്ല. ഈ കൽപ്പന ഇല്ലാതിരിക്കുന്നത് ഒരിക്കലും ഒരു മനുഷ്യനും അറിയത്തില്ല. മനുഷ്യരുടെ ഇടയിൽ അവർ പ്രധാനികളാണ്. മനുഷ്യരുടെ ഇടയിൽ അവർ ഭയങ്കരമായി പുരോഹിതരാണ്, ഭയങ്കരമായി ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവരാണ് മനുഷ്യരുടെ ഇടയിൽ.
എന്നാൽ അതേ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ നിർത്തിയിട്ടാണ് യേശുക്രിസ്തു ശക്തമായി ജനക്കൂട്ടത്തോട് പറയുന്നത്, അവരുടെ മേൽ അധികാരങ്ങൾ ഇരിപ്പുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരധികാരത്തിനും അവർ കീഴ്പ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവരുടെ ജീവിതം നിങ്ങൾ അനുകരിക്കരുത്. സ്തോത്രം. ഇതല്ലേ പറയുന്നത്? ഒരിക്കലും അനുകരിക്കരുത്. നമ്മൾ ഒരു കാലത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പോലും നമ്മൾ പറയും, ഈ ബ്രദർമാർ എന്തോരം പഠിച്ചിട്ടാണ്, വൈദികർ എന്തോരം പഠിച്ചതാണ്, അപ്പോൾ ഏറ്റവും കൂടുതൽ പഠിപ്പും അറിവുമുള്ളത് ആർക്കാണ്? അല്ലെങ്കിൽ മറ്റേതെങ്കിലും മിനിസ്റ്റർ, വൈദികർ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ ദൈവവേല ചെയ്യുന്നവർ ഒത്തിരി പേര്. ചിലർ പറയും, അവിടെ ഇന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ പകുതി മാത്രമേ താടി വയ്ക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവർ ചെന്നിയൊക്കെ മുണ്ടനം ചെയ്തവരാണല്ലോ, അല്ലെങ്കിൽ ഇന്നിടത്തുള്ള സ്ത്രീകളൊന്നും തലയിൽ തുണിയിടുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ വച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് അടിക്കുന്നത് കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പ്രിയ ശിവബ്രദർ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ആരും ദൈവത്തിന്റെ മുഖം നോക്കുന്നില്ല, അവനവന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുന്ന ആ രീതി പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഇവിടെ കർത്താവായ യേശു ശക്തമായി പറയുന്ന ഒരു കാര്യമാണ്, നീ ഒരു കാരണവശാലും ഇവരുടെ ജീവിതത്തിലേക്ക് പോകരുത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ യേശുക്രിസ്തു അതിരാവിലെ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ പലർ വന്നു. ഫരിസേയർ വരുന്നു, രാഷ്ട്രീയക്കാർ വരുന്നു, അത് കഴിഞ്ഞ് നിയമജ്ഞർ വരുന്നു, അത് കഴിഞ്ഞ് സദുക്കായർ വരുന്നു. അവസാനം യേശുക്രിസ്തു അവരോട് മറുചോദ്യം ചോദിക്കുന്നു. അവർക്കൊന്നും മിണ്ടാട്ടമില്ല. അപ്പോഴും ജനക്കൂട്ടമുണ്ട്, അപ്പോഴും യേശുവിനെ എതിർക്കാൻ നിൽക്കുന്നവരുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ യേശു ഒരു ശക്തിയോട് കൂടെ നിന്ന് തൻ്റെ മുമ്പിൽ വരുന്നവരോട് സംസാരിക്കുക. നിങ്ങൾ നോക്കുക, ഒരു സൈഡിൽ ജനക്കൂട്ടം സ്ട്രോങ് ആണ്, മറു സൈഡിൽ അധികാരികൾ സ്ട്രോങ് ആണ്. പക്ഷേ ഇപ്പോൾ നടക്കാൻ പോകുന്ന സംഭവത്തിൽ 7 കൂട്ടം ശാപവാക്കുകളെ കർത്താവ് പറയുകയാണ്. 7 കൂട്ടം ശാപഗ്രസ്തമായ അവസ്ഥ നിന്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. 7 കൂട്ടം ശാപഗ്രസ്തത്തിൽ നിന്ന് നീ പുറത്തു വന്നില്ലെങ്കിൽ നിന്റെ ആത്മീയമായും ഭൗതികമായും നീ തകരും എന്ന് സ്വർഗത്തിലെ യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ, ഇന്നലെയും ഇന്നും എന്നും അവൻ ദൈവമാണെങ്കിൽ ഇന്നും നീ മനസ്സിലാക്കുക, അവൻ പറയുന്ന തരത്തിലാണ് നിന്റെ ജീവിതമെങ്കിൽ നിനക്ക് ബ്ലെസ്സിംഗ് ഉണ്ട്. അവൻ പറയുന്ന തരത്തിലല്ല നിന്റെ ജീവിതമെങ്കിൽ ഒന്നും ബാക്കി ഉണ്ടാകത്തില്ല, തകർന്നു പോകും. നമ്മൾ ഈ ബുധനാഴ്ച നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ കുറവ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാമോ? എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ ഹല്ലേലൂയ. ആമേൻ. 13-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് നോക്കാം. 13-ാമത്തെ വാക്യം. ഇത് യേശുക്രിസ്തു ഫരിസേയരുടെ നോക്കി, അല്ലെങ്കിൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തികൾ നോക്കി പറയുന്ന കാര്യമാണ്. ഇപ്പോൾ യേശുക്രിസ്തു എൻ്റെ മുൻപിലുണ്ട്, യേശുക്രിസ്തു ഇപ്പോൾ നിന്റെ മുമ്പിലുണ്ട്. കുടുംബമേ, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ മുമ്പിൽ യേശുക്രിസ്തു ഉണ്ട്. സ്തോത്രം. ഇനി യേശുക്രിസ്തു ജനക്കൂട്ടം മറു സൈഡിലുണ്ട്, ഫരിസേയർ നിയമജ്ഞർ ഒരു സൈഡിലുണ്ട്, യേശുക്രിസ്തു മധ്യത്തിലുണ്ട്, അവരോടൊപ്പം നമ്മളുമുണ്ട്. യേശുക്രിസ്തുവിന്റെ സംസാരം ഒന്ന് ശ്രദ്ധിച്ചേ. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. ഇവിടെ ഒളിച്ചും പാത്തും പോയിട്ടല്ല യേശുക്രിസ്തു സംസാരിക്കുന്നത്. പറയേണ്ടവന്റെ മുൻപിൽ അവന്റെ മുഖത്ത് നോക്കി ഒരു ദൈവ പൈതൽ സംസാരിച്ചിരിക്കും. തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയും, ശരിയാണെങ്കിൽ ശരിയെന്ന് പറയും. എൻ്റെ കൂടെ ദൈവദാസന്മാർ നിൽപ്പുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുവന്റെ കുറ്റം ഞാൻ മറ്റവന്റെ അടുക്കലല്ല പോയി പറയേണ്ടത്, മറ്റൊരുവന്റെ അടുക്കലല്ല പറയേണ്ടത്. ഞാൻ എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ അവനിലൊരു കുറ്റം കണ്ടാൽ ഞാൻ അവനോട് പറയണം. അപ്പോൾ അവൻ്റെ കുറ്റം മാറി അവന് നിത്യതയിലേക്ക് അല്ലെങ്കിൽ ശരിയിലേക്ക് വരാൻ പറ്റും. അല്ലാതെ മാറി തിരിഞ്ഞു കളിക്കുന്ന ഒരു തരം ഇവിടെ ജീസസിന് കാണുന്നില്ല. ഇവിടെ കപടനാട്യം എന്ന് പറഞ്ഞൊരു സംഭവം
ഫരിസയന്റെയും നിയമജ്ഞന്റെയും അകത്തിരിക്കുമ്പോൾ അവനെ കുറ്റപ്പെടുത്തുകയല്ല യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അവന്റെ കുറവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവൻ അങ്ങനെയെങ്കിലും മാനസാന്തരപ്പെട്ട് നിത്യതയിലേക്ക് വരും എന്ന് കരുതി സുവിശേഷത്തിനെയും ദൈവത്തെയും അപമാനിക്കുന്ന അവന്റെ ജീവിത രീതി തെറ്റാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് സ്വീകരിക്കാൻ മനസ്സില്ലാത്ത ഒരു കൂട്ടം, അതാണ് ഇപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതിനകത്ത് നീയും ഉണ്ടാകും, ഞാനും ഉണ്ടാകും. യേശുക്രിസ്തു തെറ്റിതിരുത്തി തരുമ്പോൾ അത് അംഗീകരിക്കാൻ മനസ്സില്ലെങ്കിൽ നിന്നെ വിളിക്കും, എന്നെ വിളിക്കും, കപടനാട്യക്കാരനായ ഫരിസേയ, നിയമജ്ഞ, നിനക്ക് ദുരിതം. ഇത് ഓർത്തുകൊള്ളുക, അവന് ദുരിതമാണ്. നീ എത്ര ബലിയർപ്പിച്ചാലും, നീ എത്ര 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 നേർച്ച കാഴ്ചകൾ നടത്തിയാലും, കർത്താവിത കുറ്റപ്പെടുത്തിയാൽ ദുരിതം അവന്റെ മേൽ വന്നു കയറും. സ്തോത്രം. ഫാസ്റ്റ് തമ്പുരാൻ അവരുടെ മുമ്പിൽ പറയുന്നത് എന്താ കാര്യം ഇത്രയും ദുരിതമെന്ന് പറയാൻ? എത്രയോ പ്രാവശ്യം തന്റെ ഫ്രണ്ടിലിരിക്കുന്ന ജനത്തിന് ദൈവരാജ്യത്തെക്കുറിച്ച് വിവാഹ വിരുന്നിന്റെ ഉപമ, അതുപോലെ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ, മുന്തിരിത്തോട്ടത്തിൽ വേലക്കയക്കുന്നവന്റെ ഉപമ, ഇതൊക്കെ പറഞ്ഞ് ദൈവരാജ്യം എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടും ഇവർ ഓരോരുത്തരെ വിട്ട് മറ്റൊരാളെ വിട്ട് സുവിശേഷത്തെ തകർക്കാൻ വേണ്ടിയുള്ള പ്ലാൻ മാത്രം, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിനെ തകർക്കാൻ വേണ്ടിയുള്ള പ്ലാൻ മാത്രം, ഒരു പ്രാർത്ഥനാ ലീഡറിനെ തകർക്കാൻ വേണ്ടിയുള്ള പ്ലാൻ മാത്രം, ഒരു ദേശത്ത് ഉയരേണ്ട സുവിശേഷത്തെ തകർക്കാൻ അവൻ മനുഷ്യരെ പലരെയും ഉപയോഗിച്ച് വന്നിട്ടും അവന് മാറ്റമില്ലാത്ത മനസ്സ് കണ്ടിട്ടാണ് യേശു ഇങ്ങനെ സംസാരിച്ചത്. നിനക്ക് കഷ്ടം, അയ്യോ നിനക്ക് ദുരിതം, ഇത്രയും കേട്ടിട്ടും നിനക്കൊരു മാറ്റമില്ല, ഇപ്പോഴും നിനക്കൊന്ന് കരഞ്ഞ് അനുദപിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള ചിന്തയില്ല. നീ എന്തോ നേടിയെന്നാ നിന്റെ അവസ്ഥ. യേശു പറയുന്നത് നിനക്ക് കഷ്ടം. എന്താ കാര്യം? എന്താണ് കാര്യം പറയുന്നത്? നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നീ യഥാർത്ഥ വിശുദ്ധിയിലേക്ക് നീ വരുന്നില്ല, ദൈവത്തിന്റെ യഥാർത്ഥ പൈതലായി മാറുന്നില്ല. നിന്റെ ജീവിതത്തിൽ നിത്യജീവൻ ഇല്ലാത്ത ഒരു ജീവിതമാണ് നിന്റെ ലൈഫിലുള്ളത്. ഇതാ പറഞ്ഞു കൊടുത്തത്. സ്വർഗരാജ്യം നീ അടയ്ക്കുക. സ്വർഗരാജ്യത്തിനകത്ത് നിൽക്കുന്ന ഒരുവന് മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് മറ്റൊരുവനെ കയറ്റിവിടാൻ സാധിക്കത്തുള്ളൂ. സ്വർഗരാജ്യത്തിനകത്ത് നിൽക്കാത്തവന് ഒരിക്കൽ പോലും മറ്റൊരുവനെ സ്വർഗരാജ്യത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല. അത് അറിഞ്ഞുകൊള്ളണം. സ്വർഗത്തിനകത്ത് അല്ലെങ്കിൽ നിത്യജീവനിൽ ഒരുവൻ ഉണ്ടെങ്കിൽ അവന് മറ്റൊരുവനെ നിത്യജീവനിലേക്ക് പിടിച്ചു നടത്താൻ പറ്റും. നീ ഇത് ചെയ്യുന്നുണ്ടോ? ഇതാ യേശു ചോദിച്ചത്. നീ ഇത് ചെയ്യുന്നുണ്ടോ? നിന്റെ മുമ്പിൽ വരുന്നവന് നിത്യജീവന്റെ കവാടം നീ തുറന്നു കൊടുത്തോ? ഇല്ലെങ്കിൽ നിനക്ക് ദുരിതമാ. സ്തോത്രം. ഹല്ലേലൂയ. യേശു കുടുംബമേ നിന്നോട് ചോദിക്കുന്നു, സഹോദര നിന്നോട് ചോദിക്കുന്നു, നിന്റെ മുമ്പിൽ വരുന്നവന് നീ സ്വർഗത്തിന്റെ എന്തെങ്കിലും കൊടുത്തോ? സ്തോത്രം. കൊടുത്തില്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ കരമുയർത്തി പറയാമോ? ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, സ്വർഗരാജ്യത്തിന്റെ കവാടം അടയ്ക്കുക. സ്വർഗരാജ്യത്തിൽ കയറിയിട്ടില്ല. അടുത്തത് അവിടെ നോക്കിയേ. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. ഇനി താഴോട്ട് വായിച്ചോ. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ? എന്റെ മുമ്പിൽ ഒരാൾ വന്നാൽ ഞാൻ പറയാം, എടാ നീ ഇങ്ങനെ ജീവിച്ചാൽ തൊലയും നശിക്കും എന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ? അപ്പോൾ അവന് ബോധമുണ്ടെങ്കിൽ, അവന് നശിക്കരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ തിരിച്ചു കയറും. എന്താ ബ്രദറെ കാര്യം എന്ന് ചോദിക്കും. ഇവിടെ എത്ര പ്രാവശ്യമാണ് യേശുക്രിസ്തു പറയുന്നത് ദുരിതമെന്ന്? 7 പ്രാവശ്യമാണ്. നിങ്ങൾ ബൈബിളിൽ നോക്കിയാൽ മതി. 7 ശാപോക്തി വാക്കുകൾ പറയുന്നതാണ്. മാറുന്നില്ല അവൻ. ഒരു വട്ടം പറഞ്ഞാൽ പോരെ? ഫരിസേയനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിയമജ്ഞനെ സംബന്ധിച്ച് ഒരു വട്ടം പറഞ്ഞാൽ മതി, അവന് മനസ്സിലാകും. പക്ഷേ അവന്റെ ഉള്ളിൻ്റെ അകത്തേക്ക് ദൈവരാജ്യത്തിന്റെ ശക്തി ഇറങ്ങുന്നതിന് വേണ്ടി ആവർത്തിച്ച് പറയുക. കാരണം എന്താ? ദൈവരാജ്യത്തിന്റെ വാതിൽ അവൻ കണ്ടിട്ടില്ല. അപ്പോൾ ദൈവരാജ്യത്തിന്റെ വാതിൽ കാണാത്തവന് വേണ്ടി കൂടുതൽ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനൊരു മറുതലം കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരു വീട്ടിൽ പോയി ഒരു സഹോദരനോട് പല പ്രാവശ്യം സുവിശേഷം കൊടുത്തിട്ടും അവൻ കേട്ടില്ല ബ്രദറെ. അപ്പോൾ അങ്ങനെയുള്ളത് ഞങ്ങൾ ശപിക്കാമോ? വേണ്ട. നിനക്ക് ശപിക്കാൻ അനുവാദം തന്നിട്ടില്ല, നിന്നെ അനുഗ്രഹിക്കാൻ അനുവാദം തന്നിട്ടുള്ളൂ. ശപിക്കാനുള്ള അനുവാദം നിനക്ക് തന്നിട്ടില്ല. സ്തോത്രം. കാരണം നീ യേശുവിന്റെ ശിഷ്യനാ.
ഇവർക്ക് ചില കാര്യങ്ങളുണ്ട്. സാധാ ജനങ്ങളെ മാറ്റി നിർത്തി എന്തോ ആണെന്ന് കരുതുന്നവരെയാണ് ദൈവം ഇങ്ങനെ പിടിച്ചത്. സ്തോത്രം. സാധാ ജനങ്ങളെ മാറ്റി നിർത്തി എന്തോ ആണെന്ന് കരുതുന്നവരാണ് ഞാനോ നിങ്ങളോ എങ്കിൽ, അതിനകത്ത് ദൈവരാജ്യത്തിന്റെ വിത്തില്ലെങ്കിൽ നമ്മളെ ഈ തരത്തിൽ ജഡ്ജ് ചെയ്യും, ജഡ്ജ്മെന്റ് നിർത്തും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത തവണ വായിച്ചു നോക്കിയേ. കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം. ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതി. അതായത് നിന്റെ ജീവിതത്തിൽ വിശുദ്ധി ഇല്ലാത്ത അവസ്ഥ കണ്ടിട്ട് അവൻ മടങ്ങി പോവുക. അതാണ്. ഇനി തവിട് വായിച്ചു പോവാം. അന്ധരായ മാർഗദർശികളെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പറയുന്നു, ഒരുവൻ ദേവാലയത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. ഇനി 27-ാമത്തെ വാക്യം ഈ ഫരിസേയനെ നിയമജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത അടിയായിപ്പോയി. ഒന്ന് വായിച്ചു നോക്കിയേ. കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിക്കുന്ന കുഴിമാടങ്ങൾക്ക് വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യരാണ്. എന്ന് വെച്ചാൽ നീ ശവമാണ്. ശവം എന്ന് പറഞ്ഞാൽ അതിനൊരു ബോഡിയെങ്കിലും ഉണ്ട്. എന്നാൽ ഇതിനെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയുക. എന്താ? നിന്റെ അകത്ത് അസ്ഥിയും സകല മാലിന്യവും. ഇത് ഒരു ദൈവവേല ചെയ്യുന്നവനോടാ പറയുന്നത്. മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖത്ത് നോക്കിയാ കർത്താവ് സംസാരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ പുറമെ നോക്കിയാൽ ഭയങ്കര പ്രാർത്ഥനക്കാരനാ, ഭയങ്കര ബലിയർപ്പകനാ. പക്ഷേ നിന്റെ അകത്ത് നോക്കിയാലോ മരിച്ചവരുടെ അസ്ഥിയും സർവവിധ മാലിന്യങ്ങളും. സ്തോത്രം. ഇനി താഴോട്ട് നോക്കി കഴിഞ്ഞാൽ വായിച്ചോളുക. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരോടുകൂടെ പങ്കാളികളാകുമായിരുന്നില്ല എന്ന്. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ എതിരായി സാക്ഷ്യം നൽകുന്നു. 33-ാമത്തെ വാക്യം കൂടെ നോക്കാം. സർപ്പങ്ങളെ, അണലി സന്തതികളെ, നരകവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ആമേൻ. ഇവിടെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് വാക്കുകൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് കർത്താവ് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക. ഇവിടെ സർപ്പമേ, അണലിയെ, ഒന്ന് ചിന്തിക്കേ. മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖത്ത് നോക്കി വിളിച്ചത് ഇപ്പൊ എന്താണ്? സർപ്പമേ, അണലിയെ. അതായത് ദൈവമുഖം കാണാത്ത കള്ള പ്രാർത്ഥനക്കാരൻ, ദൈവത്തിന്റെ ഹിതം ജീവിക്കാത്ത കള്ള പ്രാർത്ഥനക്കാരൻ. ഇതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ അണലി എന്ന് വിളിക്കുന്നത്, സർപ്പം എന്ന് വിളിക്കുന്നത്? അണലി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അണലി എന്ന് വിളിക്കുന്നത്? അണലിക്കുള്ള പ്രത്യേകത എന്താ? അണലിക്കുള്ള പ്രത്യേകത പ്രസവിക്കും, അല്ലേ? പക്ഷേ അണലി പ്രസവിക്കും എന്ന് പറയുമ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവമാണ്. അണലിയുടെ ഹിസ്റ്ററിയിലൂടെ ഒന്ന് കയറണം. എന്തുകൊണ്ടാണ് മറ്റ് പാമ്പുകളെ അപേക്ഷിച്ച് അണലിയെ സ്പെസിഫൈ ചെയ്തു നോക്കിയാൽ അണലിയുടെ ഹിസ്റ്ററിയിലോട്ടൊന്ന് കയറുക. നിങ്ങൾ പഠിപ്പുള്ളവരുണ്ടെങ്കിൽ അണലിയുടെ ഹിസ്റ്ററി നോക്കുക. അതിനകത്ത് അണലിയെ സംബന്ധിച്ചിടത്തോളം മുട്ട അതിൻ്റെ വയറിനകത്ത് അത് ഇടും. മുട്ട പുറത്തിടാതെ ആ മുട്ട അതിൻ്റെ വയറിൻ്റെ ഏതോ ഒരു ഭാഗത്ത് അത് ഇട്ടിട്ട് അവിടെ നിന്നാണ്, വയറിനകത്തു നിന്നാണ് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അണലി. അതുകൊണ്ട് മറ്റുള്ളവർ പറയും അണലി പ്രസവിക്കുന്ന പാമ്പാണ് എന്ന് പറയും. പക്ഷേ അണലിയുടെ ലൈഫിനകത്ത് കയറിയാൽ അത് മുട്ട വയറിനകത്തിട്ടിട്ടാണ് അത് പ്രസവിക്കുന്നത്. വയറിനകത്തിരുന്നാണ് മുട്ട വിരിയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരിക്കലും പ്രസവിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിക്കത്തില്ല. പ്രസവിക്കുന്നതാണെന്നല്ലേ പറയത്തുള്ളൂ. പക്ഷേ അതിനകത്ത് ഓൾറെഡി എന്താണ്? മുട്ടയിട്ട് അതിനെ വിരിയാൻ കണക്കിനുള്ള ചൂട് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക. ചില വ്യക്തികൾ ഇതുപോലെ, പുറമേ പ്രതികാരമില്ല, പുറമേ വഞ്ചനയില്ല, പുറമേ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവൻ്റെ അകത്ത് അവൻ്റെ മുൻ തലമുറ തുടങ്ങി വച്ചിട്ടുള്ള ചില കെണികൾ അത് എടുത്ത് കളയാതെ അകത്ത് മുട്ടയിട്ട് വൈരാഗ്യത്തിൻ്റെ പ്രതികാരത്തിൻ്റെ തരത്തിൽ ഇരുന്നിട്ട്
അവൻ പല സമയത്ത് പ്രസവിച്ചങ്ങിടും. അണലിയുടെ ഹിസ്റ്ററി നോക്കിയാൽ 20 മുതൽ 40 വരെ കുഞ്ഞുങ്ങളെ അതിന് പ്രസവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് അതിന്റെ ഹിസ്റ്ററി പറയുന്നത്. അതായത് എപ്പോഴെങ്കിലും തരം കിട്ടിയാൽ അത് അതിന്റെ സ്വഭാവം കാണിക്കും. അതാണ് ഇവിടെ ഫരിസേയനും നിയമജ്ഞനും ചെയ്തുകൊണ്ടിരുന്നത്. എപ്പോ ഏത് പെരുന്നാളിലാൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് വ്യക്തമായി അവനറിയാം. പക്ഷെ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അറിയത്തില്ല. പക അകത്തു വച്ചിട്ട് പെരുമാറുന്ന ക്യാരക്ടർ, വെറുപ്പ് അകത്തു വച്ചിട്ട് പെരുമാറുന്ന ക്യാരക്ടർ, അതാണ് സർപ്പമേ, അണലിസന്തതി, നീ എത്ര പ്രവാചകന്മാരെ കൊല്ലാൻ കൂട്ടുനിന്നു, നീയും നിന്റെ മുൻ തലമുറകളും, ഇന്നും നിന്റെ അകത്തത് അങ്ങനെ തന്നെ എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാണ്. അപ്പൊ എത്ര കഠോരമായ വാക്കാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തു മറ്റൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പറയുന്നതെന്നറിയാമോ? നീ ഇനിയും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ആബേലിന്റെ രക്തം മുതൽ ഇതാ ബറാക്കിയുടെ മകനായ സക്കറിയയുടെ രക്തം വരെ നിന്റെ മേൽ പതിക്കും. ഇത്രയും കൊടും ക്രൂരതകൾ ചെയ്ത നീ ഇതിൽ നിന്ന് പുറത്തു വരാതെ അനുദപിക്കാതെ നീ ഇതിനകത്ത് തന്നെ ജീവിക്കുവാണെങ്കിൽ ആബേലിന്റെ രക്തം മുതൽ, അതായത് ദൈവ സന്നിധിയിൽ വേർപാടെടുത്ത, ദൈവത്തിന്റെ മുമ്പിൽ ആദ്യമായി ബലിയർപ്പണം നടത്തിയ ഒരു അതിവിശുദ്ധനായവനെ ഒരുവനെ കൊല്ലാൻ ഒരുവൻ തുനിഞ്ഞു. ഇവിടെ സക്കറിയ കർത്താവായ യോഹന്നാന്റെ, യേശുവിന്റെ മുന്നോടിയായി വന്ന യോഹന്നാന്റെ അപ്പനെ യഥാർത്ഥ ബലിയർപ്പണം നടത്തി യഥാർത്ഥ ദൈവത്തിന്റെ ഭക്തനായിരുന്നവനെ ഇതാ ബലിപീഠത്തിലിട്ട് കൊന്നു. അവന്റെ രക്തം വരെയുള്ള സകല നീതിമാന്മാരുടെയും രക്തങ്ങൾക്ക് നിന്നോട് പകരം ചോദിക്കും. ഈ 7 തരത്തിലുള്ള ശാപത്തിൽ നിന്ന് നീ പുറത്തു വന്നില്ലെങ്കിൽ, ശാപത്തിൽ നിന്ന് വന്നില്ലെങ്കിൽ നിന്നോട് പകരം ചോദിക്കും. രക്തത്തിന് പകരം രക്തം തന്നെ നീ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഒരു പ്രവചനം നടത്തി. എന്നിട്ട് യേശുക്രിസ്തു മാറിപ്പോയിരുന്ന് കരയുകയാ. യേശു ശപിച്ചിട്ട് നീ എങ്ങനെയെങ്കിലും മുടിഞ്ഞു പോയാ മതി എന്ന് പറയുന്നവനല്ല യേശു. ഈ ഭാഗം കഴിഞ്ഞ് നിങ്ങൾ താഴോട്ട് നോക്കിയേ, യേശു പോയിരുന്ന് വിലപിക്കുന്നത് കാണാൻ പറ്റും. വായ് വിട്ട് കരയുകയാ യേശു. എടാ, നിനക്ക് വരുന്ന വിപത്ത് പോലും ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്തിയിട്ട് നിനക്കൊന്ന് മാനസാന്തരപ്പെടാനുള്ള മൈൻഡ് പോലും ഇല്ലയോ? ഫരിസേയ, നിയമജ്ഞ, പ്രാർത്ഥനക്കാരാ. ഇതാണ് യേശുവിന്റെ കരച്ചില്. പോയിരുന്ന് കരയുന്നത്, ജെറുസലേമേ, ജെറുസലേമേ, തള്ളക്കോഴി കുഞ്ഞിനെ ചിറകിന്റെ കീഴെ മറയ്ക്കാൻ ശ്രമിച്ചതുപോലെ എത്ര പ്രാവശ്യമാ നിന്റെ മുമ്പിൽ വന്ന് ഞാൻ ദൂത് തന്നത്. നീ ഒന്ന് മാനസാന്തരപ്പെട, നിന്റെ ജീവിതം മാറ്റ്, കറക്റ്റ് ശിഷ്യനാക്. നിന്നെ മനുഷ്യരല്ല അംഗീകരിക്കേണ്ടത്. മനുഷ്യൻ നിനക്ക് റിമാർക്ക് ഇടണ്ട, സ്വർഗം നിനക്ക് റിമാർക്ക് ഇടാമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ. പക്ഷെ നീ അംഗീകരിക്കുന്നില്ല. തള്ളക്കോഴി കുഞ്ഞിനെ ചിറകിന്റെ കീഴെ അണയ്ക്കാൻ ശ്രമിച്ച പോലെ എത്രയോ പ്രാവശ്യം. ഇനി നിനക്ക് സമാധാനം വരണമെങ്കിൽ, അതാണ് അടുത്തത്, ഇനി നിനക്ക് സമാധാനം വരണമെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനെന്ന് പറയാതെ ഇനി നിന്റെ മേൽ സമാധാനം വരത്തില്ല. നിന്റെ ജീവിതം മാറ്റി വച്ചിട്ട് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. വായിച്ചത്, ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നത് വരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല. എന്ന് വെച്ചാൽ എന്നിൽ നിന്നുള്ള ഒരു സംരക്ഷണവും നിന്റെ മേൽ ഇനി വരത്തില്ല. അപ്പോൾ നീ സ്തുതിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. കർത്താവിന് നീ സ്തുതിപ്പ് കൊടുക്കുക എന്നാണ് അർത്ഥം. എങ്ങനെ സ്തുതിപ്പ് കൊടുക്കണം? സർപ്പത്തിന്റെ ക്യാരക്ടർ മാറ്റിക്കളഞ്ഞിട്ട് നീ സ്തുതിപ്പ് കൊടുക്കണം. അപ്പോഴാണ് അവൻ നിന്നെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഫരിസേയൻ യേശുവിനെ കണ്ടുകൊണ്ടിരിക്കുവാണ്, നിയമജ്ഞൻ യേശുവിനെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ അവൻ ഓർത്തു, ഇവൻ എന്തോ ഈ പറയുന്നേ, ഞങ്ങൾ ഇവനെ കാണുന്നല്ലോ, ഇനി എന്ത് കാണത്തില്ലെന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ കാണുന്നത് ദൈവരാജ്യത്തിന്റെ കവാടമാണ്. ദൈവരാജ്യത്തിന്റെ കവാടം നീ കാണണമെങ്കിൽ, സ്തോത്രം, സമാധാനം നിന്റെ മേൽ ഇറങ്ങി വരണമെങ്കിൽ, നിന്റെ ഏതെങ്കിലും പ്രശ്നത്തിൽ ഒരു സൈൻ മുന്നോട്ട് പോകാനുള്ള ഒരു ഗ്രീൻ സിഗ്നൽ വീഴണമെങ്കിൽ, ദൈവ പൈതലേ, ഈ 7 കൂട്ടം ശാപഗ്രസ്തത്തിനകത്താണോ നീയും ഞാനും എന്ന് നീ നോക്കണം. ആണെങ്കിൽ ഒരു കാരണവശാൽ സ്വർഗത്തിൽ നിന്ന് കിട്ടത്തില്ല. അല്ല, ദൈവമേ, ഈ ദിവസം ഞാൻ ഫരിസേയന്റെ ക്യാരക്ടർ കളയുക, എന്നെ നിന്റെ മുമ്പിൽ എനിക്ക് വേണ്ടിയാണ് നീ കരഞ്ഞത്. ഒരു ദൈവം കരയുന്നത്
ഫരിസേയന്റെ മാനസാന്തരത്തിന് വേണ്ടി, നിയമജ്ഞന്റെ മാനസാന്തരത്തിന് വേണ്ടി യഥാർത്ഥ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധകർ ജെറുസലേം ദേവാലയത്തിനകത്ത് ഉണ്ടാകാൻ വേണ്ടി ഒരുവൻ മാറിയിരുന്ന ജെറുസലേം ദേവാലയത്തിൽ നോക്കി കരയുമ്പോ ആ കരച്ചിൽ കണ്ണുനീരിനെ കൈതൊട്ട് തുടയ്ക്കാൻ നീ തയ്യാറാണോ ദൈവ പൈതലേ? ഈ രാത്രിയില് അവന്റെ കണ്ണുനീരിന് വില കൊടുക്കാൻ നീ തയ്യാറാണോ? സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ കണ്ണുനീരിന് വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പാണ് ദുരിതത്തിൽ നിന്ന് മാറും. പക്ഷേ നിർഭാഗ്യവശാൽ ഇവരാരും അതിന് തയ്യാറായില്ല. എന്ത് സംഭവിച്ചു? കേവലം 40 വർഷത്തെ ആയുസ് മാത്രമേ അവനുണ്ടു. കേവലം 40 വർഷം കഴിഞ്ഞു. തൻ്റെ നാമത്തെ പ്രതി, തൻ്റെ വചനത്തെ പ്രതി മാനസാന്തരപ്പെട്ടവർ സുരക്ഷിതരായപ്പോൾ യേശുവിനെ അപമാനിച്ചവന്റെ തലമുറ മുഴുവൻ, ആബേലിന്റെ രക്തം മുതൽ സക്കറിയ വരെയുള്ള രക്തത്തിന്റെ പ്രതികാരം ജെറുസലേം ദേവാലയത്തിനകത്തുണ്ടായിരുന്നവരുടെ മേൽ വന്നു. സ്തോത്രം. തലമുറകൾ തീർന്നു. ജാതിയൻ വന്നു വളഞ്ഞു, നശിപ്പിച്ചു. യേശുവിന്റെ കണ്ണുനീര് വീണ സ്ഥലം ഇന്നും ദേവാലയം ഉയർന്നിട്ടില്ല. എന്തിനെ പ്രതി കരഞ്ഞോ ഇന്നും അത് ഉയർന്നിട്ടില്ല. എല്ലാം എക്യുപ്മെന്റ്സ് അവർ കണ്ടെത്തുന്നു. പക്ഷെ തൻ്റെ ദേവാലയം പണിയാൻ ഇതുവരെയും പറഞ്ഞു നടന്നിട്ടില്ല. ഒരു ശാപം, ഒരു കണ്ണുനീരാണ്. ദൈവപൈതലേ, ഞാൻ നിങ്ങളോട് പറയുന്നത്, കർത്താവ് നമുക്കായി ഒരുക്കിയ ദിവസമാണ് ഇന്ന്. ഈ വചനത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കാമോ? എന്തെങ്കിലും ദൈവിക ക്യാരക്ടറിന് എതിരെ നിൽക്കുന്ന ക്യാരക്ടർ ഉണ്ടോ നിന്റെ ജീവിതത്തിൽ? നിന്റെ കൂടെ നടക്കുന്നവരെ മാനിക്കാനുള്ള മനസ്സ് നിനക്കില്ലേ? ഒരിക്കൽ നീ കൈപിടിച്ച് നടന്നതല്ലേ, ഇന്ന് നീ അതിനെ ഹൃദയം കൊണ്ട് പോലും നീ കളഞ്ഞയ്ക്കുവാണ്. ഒരിക്കൽ നിന്റെ കൂടെ, അല്ലെങ്കിൽ നീ അതിനുവേണ്ടി പ്രാർത്ഥിച്ചതല്ലേ, ഇന്ന് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യുന്നില്ല. നിന്റെ ദൈവം നിന്റെ ഉള്ളം കാണട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. കണ്ണുകളെ അടച്ച് കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് തമ്പുരാന്റെ മുമ്പിൽ തുറന്നു വയ്ക്കാം. ഫരിസേയന്റെയും നിയമജ്ഞന്റെയും ജീവിതത്തെ കണ്ട ദൈവം നമ്മുടെ ജീവിതത്തെ കാണട്ടെ. എന്നിട്ട് പ്രാർത്ഥിക്കാം. കോപമാർന്നൊരു നയനമോടെ കർത്താവേ നീ എന്നെ നോക്കരുതേ, ക്രോധമേറും മുഖഭാവമോടെ കർത്താവേ നീ എന്നെ ശാസിക്കലേ. കോപമാർന്നൊരു നയനമോടെ കർത്താവേ നീ എന്നെ നോക്കരുതേ, ക്രോധമേറും മുഖഭാവമോടെ